എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 5 ശ്ലോകം 13, 14, 15, 16, 17 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അംബരീഷ് മഹാരാജാവ് ദുർവാസസ് മഹർഷിയെ ഭക്തി ബഹുമാനങ്ങളോടുകൂടി ഭിക്ഷ കഴിപ്പിച്ച് സൽക്കരിച്ചു. പിന്നെ പരമസന്തുഷ്ടനായ ദുർവാസാവ് സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കും എന്നിങ്ങനെ മഹാരാജാവിനെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്യുന്നതൊക്കെയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങൾ. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. സമുക്തോ അസ്ത്രാഗ്നിതാവേന ദുർവാസാ സ്വസ്തിമാം സ്തദാ പ്രശംസതമുർവീശം യുഞ്ജാന പരമാശിഷ. അസ്ത്രാഗ്നിതാവേന, അസ്ത്രാഗ്നിയുടെ താപത്താൽ, മുക്ത മോചിപ്പിക്കപ്പെട്ടവനും, തഥാ സ്വസ്തിമാൻ അതു നിമിത്തം സ്വസ്തിയെ പ്രാപിച്ചവനുമായ സ ദുർവാസ, ആ ദുർവാസ മഹർഷി ദുർവാസസ്, പരമാശിഷ ഉത്കൃഷ്ടകളായ ആശിസ്സുകളെ യുഞ്ജാന നിയോഗിക്കുന്നവനായിട്ട്, തം ഉർവീശം ആ രാജാവിനെ പ്രശംസിച്ചു. ആ ചക്രത്തിന്റെ താപത്തിൽ നിന്ന് മുക്തനായതുകൊണ്ട് വളരെ സന്തോഷായി ദുർവാസ മഹർഷിക്ക്. സ്വസ്തിമാനായി എന്നാ പറയണത്. അങ്ങനെയുള്ള ആ മുനി രാജാവിനെ നല്ലോണം അനുഗ്രഹിച്ചു. പിന്നെതാ പ്രശംസിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്. ദുർവാസ ഉവാച അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ കൃതാഗസോ വിയൽ രാജൻ മംഗളാനി സമീഹസേ. രാജൻ, ഹേ രാജാവേ, അനന്തദാസാനാം ഭഗവത് ഭക്തന്മാരുടെ അഹോ മഹത്വം, ആശ്ചര്യകരമായ മാഹാത്മ്യം, ആദ്യമേ ദൃഷ്ടം, ഇപ്പോൾ എന്നാൽ ദർശിക്കപ്പെട്ടു. യത് എങ്ങനെയെന്നാൽ, കൃതാഗസ അഭി മേ, അപരാധിയായിരിക്കുന്നു എങ്കിലും എനിക്ക് മംഗളാനി മംഗളങ്ങളെ സമീഹസെ അങ്ങ് ഇച്ഛിക്കുന്നു. മഹർഷി പറയാണ്, ഹേ രാജൻ, ശ്രീനാരായണ ഭക്തനായിരിക്കുന്ന അങ്ങയുടെ ആശ്ചര്യകരമായ മഹാത്മ്യത്തെ ഞാനിപ്പോ പ്രത്യക്ഷമായിട്ട് കണ്ടു. അങ്ങയ്ക്ക് വിരോധം പ്രവർത്തിച്ച എനിക്കുള്ള ദുഃഖങ്ങൾ തീർന്ന് സുഖമുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കണം. വിരോധം മാത്രമാണ് ഞാൻ ചെയ്തത് അങ്ങയ്ക്ക്. എന്നിട്ടും ഒരു വൈരവും ഇല്ലാതെ എനിക്ക് സുഖമുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിച്ചില്ലേ? ശ്രീനാരായണ ഭക്തന്മാരെ ആരെയും ശത്രുക്കളായിട്ട് കരുതാതിരിക്കുന്നത് തന്നെ, അതന്നെയാണ് അവരുടെ ഉത്കൃഷ്ട മഹാത്മ്യം. ഭഗവാന്റെ നാരായണന്റെ ഭക്തന്മാരുടെ മഹാത്മ്യം ഞാൻ കണ്ടറിഞ്ഞു എന്ന് പറയുകയാണ് ദുർവാസസ് മഹർഷി. ദുഷ്കരം കിന്നു സാധൂനാം ദുസ്ത്യജം വാ മഹാത്മനാം യൈ സംഗൃഹീതോ ഭഗവാൻ സാത്വതാം ഋഷഭോ ഹരി. സാത്വതാം ഋഷഭ, ഭക്തന്മാരുടെ പാലകനായ ഭഗവാൻ ഹരി, ഷഡ്ഗുണ പരിപൂർണനായ ഹരി, യൈ സംഗൃഹീത, യാതൊരുവനാൽ സ്വാധീനമാക്കപ്പെട്ടിരിക്കുന്നുവോ, മഹാത്മനാം സാധൂനാം, മഹാത്മാക്കളായ ആ സാധുക്കൾക്ക്, ദുഷ്കരം ചെയ്യാൻ കഴിയാത്തതും, ദുസ്ത്യജം ത്യജിക്കാൻ കഴിയാത്തതും, കിംന്നു എന്തിരിക്കുന്നു. മഹാരാജാവ് അങ്ങനെയല്ലേ പറയുന്നത്. ഞാൻ എന്തെങ്കിലും പുണ്യം ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യങ്ങളെല്ലാം, അതിന്റെ ഫലത്തെ എല്ലാം എടുത്തുകൊണ്ട് ആ മഹർഷിയെ രക്ഷിക്കണേ എന്നല്ലേ അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു മഹാത്മാവിനല്ലാതെ ആർക്കാ കഴിയാം? അത് കണ്ടപ്പോഴാണ് ആശ്ചര്യം യുക്തനായി ദുർവാസസ് മഹർഷി. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഭക്തന്മാരെ സർവ്വ ആപത്തുകളിൽ നിന്നും പരിപാലിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ കുറിച്ചുള്ള ആ പരമപ്രേമ ലക്ഷണയായ ഭക്തി കൊണ്ട് യാതൊരു മഹാത്മാക്കൾ ആ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ
അവർക്ക് ചെയ്യാൻ കഴിയാത്തതും ഉപേക്ഷിക്കാൻ കഴിയാത്തതും ആയിട്ട് എന്തൊരു സാധനമാണുള്ളത്. തന്റെ രക്ഷയ്ക്കായി ഭഗവാനുണ്ടെന്ന് ദൃഢവിശ്വാസം ഉണ്ടവർക്ക്, സ്വരക്ഷയ്ക്കായി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ആ ദൃഢവിശ്വാസം ഉള്ളതുകൊണ്ട് സുകൃതാദികളെയും തനിക്ക് ഉണ്ടായിരുന്ന ആ സുകൃതങ്ങൾ മുഴുവൻ പരന്റെ പരിപാലനത്തിനായിട്ട് അന്യന്മാർക്കായിട്ട് ഉപേക്ഷിക്കാൻ അവർക്ക് ഒരു മടിയില്ല. ഞാനിപ്പോ അത് കണ്ടു. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ, ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നാമശ്രുതി മാത്രേണ പുമാൻ ഭവതി നിർമ്മല തസ്യ തീർത്ഥവദ കിം വാ ദാസാനാമവശിഷ്യതേ. എന്നാമശ്രുതി മാത്രേണ, യാതൊരുവിന്റെ നാമങ്ങളെ ശ്രവിക്കുന്നത് കൊണ്ട് തന്നെ പുമാൻ പുരുഷൻ നിർമ്മല പാപമില്ലാത്തവനായി ഭവതി ഭവിക്കുന്നു. തീർത്ഥവത തസ്യ, പാദത്തിൽ നിന്ന് തീർത്ഥം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദാസാനാം ദാസന്മാർക്ക് കിം വാ അവശിഷ്യതേ, എന്തൊന്നാണ് സാധിക്കാൻ ബാക്കിയുള്ളത്? യാതൊരു ഭഗവാന്റെ നാമശ്രവണ മാത്രത്താൽ പുരുഷൻ രാഗാദി ദോഷങ്ങളിൽ നിന്ന് നിർമുക്തനായി പരിശുദ്ധനായി ഭവിക്കുന്നുവോ, ഗംഗാദി തീർത്ഥങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായ പാദാരവിന്ദത്തോടു കൂടിയ ആ ഭഗവാന്റെ ദാസന്മാർക്ക് സാധിക്കാനും ലഭിക്കാനും പ്രയാസമായിട്ട് എന്താണ് ഇരിക്കണം? അതാണ് മഹർഷി പറയണത്. എന്നിട്ട് പിന്നെ പറയണു, രാജൻ അനുഗ്രഹീതോഹം ത്വയാതികരുണാത്മന മദഖം പൃഷ്ഠത കൃത്വാ പ്രാണായന്മേഭിരക്ഷിത. രാജൻ, ഹേ രാജാവേ, അതികരുണാത്മന, ഏറ്റവും കരുണയുള്ള മനസ്സോടുകൂടിയ ത്വയാ, അങ്ങയാൽ, അഹം ഞാൻ, അനുഗ്രഹീത അനുഗ്രഹിക്കപ്പെട്ടു. യത് എന്തുകൊണ്ടെന്നാൽ, മദഖം എന്റെ അപരാധത്തെ പൃഷ്ഠത കൃത്വ ഗണിക്കാതെ കണ്ട്, മേ പ്രാണാഹ എന്റെ പ്രാണങ്ങൾ, അഭിരക്ഷിതങ്ങളായി. രാജാവിനെ എത്ര പ്രശംസിച്ചിട്ടും മതിയാവണില്ല ദുർവാസസ് മഹർഷിക്ക്. എന്നിട്ട് പറയണു, നന്ദി സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ഹേ രാജൻ, ഏറ്റവും കരുണാശീലനായ അങ്ങ് എന്നെ അനുഗ്രഹിച്ചു. എങ്ങനെയെന്നാൽ, നിരപരാധിയായ അങ്ങയെ ഹനിക്കാനായി കൃത്യയെ ഞാൻ ഉത്ഭവിപ്പിച്ചു. ആ അപരാധത്തെ ഒട്ടും ഗണിക്കാതെ എന്റെ പ്രാണനെ തന്നെ അങ്ങ് സംരക്ഷിച്ചു. അത് മഹാ ഉപകാരമാവുന്നു. നന്ദി പറയാണ് മഹാരാജാവിനോട്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.